ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പത്തിനും പുട്ടിനും കഴിക്കാൻ പറ്റുന്നൊരു കടലക്കറിയാണ്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായ ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കുറച്ച് വേപ്പില, ഒരു വറ്റൽമുളക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയാണ്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും ചേർത്ത് നന്നായിട്ട് പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. ഇനി ഞാനിതിലേക്ക് ചേർത്തത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം കടലയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് മസാലകളൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടല ചേർക്കാം. വേവിച്ച് വെച്ച കടല ചേർക്കാം. നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിൽ നിന്ന് കുറച്ച് കടലയെടുത്ത് മിക്സിയിൽ നന്നായിട്ട് ഇറക്കുന്നുണ്ട്. ഇത് ചേർത്താൽ കറിക്ക് നല്ല കൊഴുപ്പും നല്ലൊരു പ്രത്യേക ടേസ്റ്റുമായിരിക്കും. അങ്ങനെ ഇവിടെ നമ്മുടെ രുചികരമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.